ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല, എന്നാലും ക്യാരറ്റ് കൊണ്ട് നല്ല ഒരു മധുരമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പുഡിംഗ് ഒന്നുമല്ല. കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുഡിംഗ് റെസിപ്പീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇടാം, പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം. ഒരുപാട് പുഡിംഗ് റെസിപ്പീസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇനിയും ഇടാം. അപ്പോൾ ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു സ്വീറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ക്യാരറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ആവണം. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് 1 കപ്പാണ് വേണ്ടത് ഈ ഒരു മിക്സ്ചർ. അപ്പോൾ ഇത്രയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ 2-3 ക്യാരറ്റൊക്കെ വേണ്ടി വരും ഈ ഒരു മിക്സ്ചർ ഇത്രയും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്യാരറ്റ് കൊണ്ടുള്ള ഈ ഒരു മധുരം റെഡിയാക്കാൻ അത്യാവശ്യം വേണ്ട ചേരുവകൾ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് കടലമാവ് കേട്ടോ. അരിപ്പയിലൂടെ അരിച്ചിട്ടൊക്കെ എടുക്കണം, എന്നാലേ കട്ടകളൊന്നും കൂടാതെ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളൂ. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് പാല് വേണം. സാധാ തണുത്ത പാലോ ചൂടുപാലോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് നെയ്യ് വേണം. 1/2 കപ്പിൽ കൂടുതൽ നെയ്യ് വേണം. നമുക്ക് ഈ ഒരു മിക്സ്ചർ ആദ്യം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് നെയ്യ് മതി. പിന്നെ നമുക്ക് 1/2 കപ്പ് കൂടി വേണ്ടി വരും. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വീറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിതുപോലെ ചുവട് കട്ടിലൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. കടലമാവ് ഇങ്ങനെ വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അല്ലാണ്ട് നേരിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടലമാവിൻ്റെ ആ ഒരു പച്ച ചുവ ഉണ്ടാവും ആ ഒരു സ്വീറ്റിൽ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വറുത്തെടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഒരു നല്ലൊരു മണം വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി എടുത്താൽ മതി. പിന്നെ ഈ ഒരു മധുരത്തിലേക്ക് നമുക്ക് കടലമാവും ക്യാരറ്റിൻ്റെ മിക്സറും ഒരേ അളവിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് പുറത്തേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ പാനിൽ ഒട്ടി പിടിച്ചിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കടലമാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലമാവ് എടുക്കുമ്പോൾ കുറച്ചൊന്ന് കൂടുതൽ എടുക്കുക. എന്നാലും നമ്മൾ വറുത്ത് വരുമ്പോൾ കറക്റ്റ് 1 കപ്പ് കിട്ടുള്ളൂ. പിന്നെ ആ ഒരു പച്ചമണം മാറിയിട്ട് വേണം നമ്മളിത് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാനിൽ തന്നെയാണ് ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാനൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് നെയ്യാണ് ആദ്യം ചേർക്കുന്നത്. ഇനിയും നെയ്യ് ആവശ്യമുണ്ടാവും, കുറേശ്ശെ ചേർത്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ നെയ്യ് മെൽറ്റ് ചെയ്ത പാടെ ഉടനെ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാത്രം നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. സൈഡിലും അകത്തൊക്കെ നന്നായിട്ട് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയ ശേഷമാണ് ഇതുപോലെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോഴേക്കും സ്വീറ്റ് അവിടെ ഇരുന്നിട്ട് തണുത്ത് അത് സെറ്റായി പോകും. അതുകൊണ്ട് ചൂടോട് കൂടിയിട്ട് റെഡിയാക്കി എടുക്കാനുള്ള സ്വീറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഓൾറെഡി ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മുടെ നെയ്യ് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടലമാവ് നമ്മൾ വറുത്ത് വെച്ചല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയുള്ളത് മൊത്തം നമ്മൾ ചെയ്യാനുള്ളത് വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ്. അപ്പോൾ കടലമാവ് ചേർക്കുന്നതിന് മുമ്പ് വളരെ കുറഞ്ഞ ഫ്ലെയിം ആക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നെയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കടലമാവ്.
നമ്മളിത് ചേർക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് ഉള്ള പോലൊക്കെ തോന്നും, കുഴപ്പമൊന്നുമില്ല. നമ്മളത് ഈ നെയ്യിലോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിരിക്കും. 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്വീറ്റിലേക്ക് നമുക്ക് നെയ്യ് കുറച്ചധികം ആവശ്യമുണ്ടാവും. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് നമ്മൾ നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ചല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്തിട്ട് അപ്പോഴേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ കടലമാവ് ആദ്യം വറുത്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്നിങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് ഇതിൽ ഈ ക്യാരറ്റിൻ്റെ മിക്സ്ചറിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അത് ചെയ്ത പാടന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും അതുപോലെ ക്യാരറ്റും കടലമാവൊക്കെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ ഈ ഒരു സ്വീറ്റിന്. കടലമാവിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറിയിട്ട് ഈ ക്യാരറ്റിൻ്റെയും അതുപോലെ പഞ്ചസാരയുടെയൊക്കെ ഒരു ഫ്ലേവർ വരണം. അപ്പോൾ അത്രയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ചെറിയ കട്ടകളൊക്കെ ഉള്ള പോലെ തോന്നും. അതുപോലെ നമ്മൾ ഈ ഒരു മിക്സ്ചർ ഒന്നുകൂടെ ലൂസായിട്ടുണ്ടാവും നമ്മൾ പഞ്ചസാര ചേർത്ത ശേഷം. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നാലേ നമ്മുടെ ആ കട്ടകളൊക്കെ പോയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 കപ്പ് പാലാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് റെഡിയായ ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആ ഒരു കടലമാവിൻ്റെ ഒരു പച്ചച്ചൊവ മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മളിതിലേക്ക് പാല് ചേർക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ എന്നിട്ട് വേണം നമ്മളിതിലേക്ക് പാല് ചേർക്കാൻ കേട്ടോ. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ പാല് ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം പാലിൽ. ഞാനിപ്പോൾ സാധാരണയായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്താൽ മതിയാവും. പക്ഷെ ഞാൻ പാല് ചേർക്കാൻ കാരണം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു മിക്സ്ചർ നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആയെന്ന് വിചാരിച്ചിട്ട് ഇത് റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കരുത്. ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം, എങ്ങനെ റെഡി ആയിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം നെയ്യ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഒരു ഒട്ടി പിടിക്കുന്ന പരുവാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേശ്ശെ നെയ്യ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 1/2 കപ്പ് നെയ്യ് നമ്മൾ ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കാൻ വേണം. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ കുറേശ്ശെ നെയ്യ് ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം ചിലപ്പോൾ ഒരു 1/2 കപ്പ് കൂടെ നെയ്യ് വേണ്ടി വരും. ഈ ഒരു സ്വീറ്റിലേക്ക് കുറച്ചധികം നെയ്യ് ആവശ്യമുണ്ട്. ഇതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോഴും നിങ്ങളിത് സെറ്റ് ചെയ്യാൻ വെക്കരുത്. കാരണം ഈ ഒരു മിക്സർ കുറേശ്ശെ എടുത്തിട്ട് കയ്യിലൊന്ന് വെച്ച് നോക്കുക. അത് ഒട്ടിപ്പിടിക്കുന്ന പരുവാണെങ്കിൽ റെഡി ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ കാണിക്കാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത്. കുറേശ്ശെ നെയ്യ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇപ്പോഴും കണ്ടോ നന്നായിട്ട് ഇത് എന്താ പറയുക, നന്നായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്നാലും നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് നോക്കണം. എന്നിട്ട് മാത്രം ഇത് ഫ്ലെയിം ഓഫ് ആക്കാവൂ കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഞാൻ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പുറമേ നല്ല ഗ്ലേസിങ് ഒക്കെ ഉള്ള പോലെ തോന്നും ഇത് നന്നായിട്ട് റെഡി ആയാൽ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് നോക്കുന്നുണ്ട്. കണ്ടോ ഇതിപ്പോഴും ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവമായിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ ഇതിങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ബോൾ പോലെ ആയി കിട്ടണം. എന്നാലേ നമ്മളിത് സെറ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറേശ്ശെ നെയ്യ് ചേർക്കുന്നതുകൊണ്ടാണ് കുറേ നെയ്യ് ചേർക്കുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട. ഞാൻ വീണ്ടും ഒരു 1/2 കപ്പോളം തന്നെ ചേർക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 1 കപ്പാണ് നെയ്യ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ കണ്ടോ ഈ ഒരു മിക്സ്ചർ നല്ല ഗ്ലേസിങ്, നല്ലൊരു തിളക്കമുള്ള മാതിരി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. പക്ഷേ ചിലർ വിചാരിക്കും സൈഡിൽ നിന്ന് വിട്ട് വരുന്ന പാടിന് നമുക്ക് എടുത്തിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാമെന്ന്. അതിന് മുമ്പ് ഇതുപോലെ കയ്യിൽ നെയ്യൊന്ന് തടവിയിട്ട് ചെറുതായിട്ട് കുറച്ച് മിക്സർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് റോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബോളായിട്ട് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യ് തടവിയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഈ പാത്രം ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ചൂടോട് കൂടി തന്നെ ഈ ഒരു മിക്സർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാതെ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഈ ഒരു സ്പൂണിലോ അല്ലെങ്കിൽ സ്പാറ്റിലയിലോ ഒന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നാലേ ഇത് നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച ഈ ഒരു പരുവായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഒന്ന് കയ്യിൽ നെയ്യ് തടവിയിട്ട് ഒന്ന് ബോൾ പോലെ ആക്കിയെടുക്കുക. രണ്ടാമതായിട്ട് ഇതുപോലെ നമ്മൾ ഫ്ലാറ്റൻ ചെയ്യുന്ന സമയത്ത് പരത്തിയെടുക്കുന്ന സമയത്ത് അത് ഈ ഒരു സ്പൂണിലോ അല്ലെങ്കിൽ സ്പാറ്റിലയിലോ ഒന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിലായാലും ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ് മീനിങ്. അപ്പോൾ നന്നായിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുറമേ നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് സ്മൂത്തും ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ. അല്ലെങ്കിൽ നമ്മളത് സെറ്റായി കഴിഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്യുമ്പം ചിലപ്പോൾ ആ ഒരു കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാൻ. ഞാനിപ്പോൾ സ്പാറ്റിലുകൊണ്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കത്തിയോടെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റായി കിട്ടും. നമ്മളതിലേക്ക് ചേർക്കുന്ന നെയ്യിനനുസരിച്ചിരിക്കും ഈ ഒരു ഇതിൻ്റെ ആ ഒരു എന്താ പറയുക നല്ല ഒരു തിക്നെസ്സും സോഫ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ നെയ്യ് കുറച്ചെടുക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4-5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് ഉണ്ടാക്കിയത്, രാവിലെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ നെയ്യ് കുറച്ചെടുക്കണ്ട. നെയ്യ് കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വീറ്റ് ഇതുപോലെ സെറ്റായി കിട്ടില്ല. രണ്ടാമതായിട്ട് കടലമാവ് നന്നായിട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പച്ച മണം മാറിപ്പോവില്ല. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സ്വീറ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ആ ഒരു പരുവാണ് ഈ ഒരു സ്വീറ്റിന്. അപ്പോൾ നിങ്ങളിത് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യണം. ഞാൻ കൺസിസ്റ്റൻസിയൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു സ്വീറ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വേറൊരു നല്ല അടിപൊളി റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ വരുന്നവരേക്കും ബൈ. താങ്ക് യു.